ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ചീത്തവിളി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആൾറെഡി ഒരുപാട് പ്രൈസ് പ്രിഡിക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ റീസെൻ്റ്ലി വന്നിട്ടുള്ള റൂമേഴ്സിൽ നിന്ന് ഒരു പൗസിന് ഈ ഒരു റിയാലിറ്റിയിൽ പ്രൈസ് വരുമോ, ഇത് വെറും റൂമറാണ്, എന്താണെന്ന് പറഞ്ഞാൽ പൗസിൻ്റെ വൗച്ചർ വളരെയധികം വാല്യൂ കൂടുന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് പ്രിഡിക്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൈം ഫാമിൻ്റെ റീസെൻ്റ്ലി കുറേ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അതൊരു നല്ല പ്രൊജക്റ്റ് അല്ല, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ടെലിഗ്രാം പ്രൊജക്റ്റ് എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് അവർ കൊണ്ട് പൈസ തന്നിട്ടാണോ ഞാൻ നിങ്ങളുള്ള പ്രൊജക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? എനിക്കിപ്പോൾ WCoin ആയിക്കോട്ടെ, ടൈം ഫാം ആയിക്കോട്ടെ, പൗസ് ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ കുറച്ചുകൊണ്ട് പൈസ തന്നിട്ട് ഞങ്ങളുടെ പ്രൊജക്റ്റിന് കുറച്ച് പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം എന്നുള്ളൊരു കാര്യം കൊണ്ടാണോ ഒരു യൂട്യൂബർ ഓരോ പ്രൊജക്റ്റും വന്ന് പറയുന്നത്? അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും അതേപോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നമുക്ക് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ഉദ്ദേശത്തായിരിക്കും ഓരോ യൂട്യൂബർമാരും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തരുമ്പോൾ നമുക്ക് എന്താണ്, എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, എനിക്ക് റെഫറിൽ കയറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ്, റിയാലിറ്റി തന്നെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ നുണകൾ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അസംഷനും പ്രെഡിക്ഷനും ഇതിൻ്റെ രണ്ട് മീനിങ് നിങ്ങൾക്ക് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റും ഇല്ലെങ്കിൽ ക്രിപ്റ്റോ ഒക്കെ കലക്കി കുടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ഈ താഴെ കമൻ്റ് ഇടുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, അത്രത്തോളം നിങ്ങൾ കലക്കി കുടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, കുറേ ആൾക്കാർക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദയവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പൗസിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൗസ് വൗച്ചറിൻ്റെ വാല്യൂ എടുത്തു, എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്ന് എടുത്തു, ഒരു പൗസ് വൗച്ചറിന് എത്രത്തോളം ടോക്കൺസ് ആണെന്ന് അറിഞ്ഞു. ഒരു ഇപ്പോൾ അതിലൊരു സൊലാനയാണെങ്കിൽ എത്രത്തോളം സൊലാനയാണ് ടോക്കൺസ് ആണ് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എടുത്തിട്ട് ഈ ഒരു പൗസ് വൗച്ചറിൻ്റെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോക്കണിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ടോക്കണിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ ആ ഒരു ടോക്കൺസും വെച്ച് ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടൈം ഫാമിൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതെന്തായാലും ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പോവുകയാണ്, ഇതിൻ്റെ പ്രീ മാർക്കറ്റ് വാല്യൂ എത്രയാണ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പ്രീ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ട്രേഡ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാജിക് കീതൺ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് അവർ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ വൗച്ചേഴ്സിൻ്റെ അവിടെയൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമുക്ക് ഇവിടെ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഞാൻ എടുക്കുന്നത്. 0.1 സോളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൂടുതലായിട്ടും വിൽക്കാനും ട്രേഡ് ചെയ്യാനും ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ട്രേഡിംഗ് ഓപ്ഷനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മേലെ താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വലിയ പ്രൈസിലൊക്കെ പറയും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഞാനിവിടെ 0.1 എന്ന് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് 0.1 എന്ന് പറഞ്ഞാൽ എത്രത്തോളം സോളാണ്, അപ്പോൾ എത്രത്തോളം സോളാണ് ഇല്ലെങ്കിൽ എത്രത്തോളം ഡോളറാണ് എന്നുള്ളൊരു കാര്യം നോക്കുകയാണ്. അപ്പോൾ 0.10 എന്ന് പറഞ്ഞിട്ടുള്ള സൊലാന $14 ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പ്രൈസ്. ഇതിന് വാല്യൂ കൂടാം വാല്യൂ കുറയാം, അങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വാല്യൂ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 300 ലാക്ക് ഇല്ലെങ്കിൽ ഒരു 300K എന്ന് പറയുന്നത് 3 ലക്ഷം പോയിന്റ്സ് എന്ന് പറഞ്ഞത് എത്രത്തോളം ടോക്കൺസ് ആണെന്ന് അവർ തന്ന ഇൻഫർമേഷൻ ആണോ ഇനിയിപ്പോൾ റൂമേഴ്സ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും പല ചാനലിൽ നിന്നും ട്വിറ്ററിൽ നിന്നും അവിടെ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ എടുത്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ഐഡിയൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 8888 പൗസ് ടോക്കൺ നമുക്ക് ഇങ്ങനെയുള്ളൊരു 300K വൗച്ചറിന് നമുക്ക് ടോക്കൺ ആക്കി TGA ഡേറ്റിൽ മാറ്റാം എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 8888 പൗസ് ടോക്കൺ എന്ന് പറയുന്നത് 0.1 സോളാണ്, അതായത് $14 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ടോക്കൺ എത്രത്തോളം വാല്യൂ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഈ $14 ഡിവൈഡഡ് ബൈ 8888 ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പൗസ് ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.00157 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂയിലായിരിക്കും ലിസ്റ്റ് ആകാൻ പോകുക. അപ്പോൾ ഇതൊരു നല്ല രീതിയിലുള്ള വാല്യൂ ആണോ? എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു വാല്യൂ എന്ന് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് റൂമറാണ്, ഇതില്ലെങ്കിൽ നമുക്കൊരു സ്പെക്യാലിറ്റി വാല്യൂ എന്നൊക്കെ പൈ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ
രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ നല്ലതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു വാല്യൂ ആർക്കാണ് നല്ലതാവുക, ഏറ്റവും കൂടുതൽ നല്ലതാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പൗസ് ടോക്കൺ ഡേയിൽ ഒരുപാട് അലോക്കേഷൻ കിട്ടിയ ആൾക്കാർക്കായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പൈസ മുടക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പൈസ മുടക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഒരുപാട് ബാഡ്ജ് മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, നിറയെ ടോക്കൺസ് കിട്ടും. ആ ടോക്കൺസ് കിട്ടിയതൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വാല്യൂയിലാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടില്ലേ എന്ന് നിങ്ങൾ എന്തായാലും ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വളരെ വലിയൊരു യൂട്യൂബറോ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ലെങ്കിലും മെച്ചപ്പെട്ട ഒരു യൂട്യൂബറാണ്. ഞാനിതിൽ പൈസ മാത്രം മുടക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള റീസെൻ്റ്ലി പ്രൊജക്റ്റിലൊക്കെ പൈസ മുടക്കുക, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് റെഫറൽ കയറ്റി എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ടെസ്റ്റ് നെറ്റ് ആയിക്കോട്ടെ, റെഗുലറായിട്ട് അതിൽ കുത്തിയിരുന്ന് കളിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റെഫറലൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം പ്രോഫിറ്റ് ഏതൊരു പ്രൊജക്റ്റിൽ നിന്നാണെങ്കിലും ഏതൊരു എയർ ഡ്രോപ്പിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം. എനിക്ക് 14,643 ടോക്കൺസ് ആണ് എനിക്കുള്ളത്. അപ്പം ഞാനിവിടെ കാൽക്കുലേറ്ററിൽ ഒരു പൗസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.001575. നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് വിചാരിക്കേണ്ട, ഇതിപ്പോൾ കറൻ്റ്ലി സോളിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട. മേ ബി നല്ലൊരു പ്രൊജക്റ്റായിട്ട് മാറാം, ഇല്ലെങ്കിൽ വളരെയധികം ഒരു സ്കാം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വാല്യൂ കുറയാനുള്ള സാധ്യതയും കിടക്കുന്നുണ്ട്. അപ്പോൾ 14,643 എന്നുള്ളൊരു ടോക്കൺ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി നോക്കുകയാണ്. 14,643 ഇൻറ്റു 0.0015 എന്ന് വാല്യൂ എടുക്കുമ്പോൾ എനിക്ക് $21 ആയിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുക. ഞാൻ 5 പൈസ മുടക്കിയിട്ടില്ല, ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അവർ എപ്പോഴെങ്കിലൊക്കെയാണ് ടാസ്ക് തരിക, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് 21. ഇനി മേജർ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ബൈബിറ്റിൽ എന്താണ് കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട്, ബൈബിറ്റിൽ എന്തായാലും ഇത് ലിസ്റ്റ് ആവും. ബൈനാൻസിൽ ഇത് ലിസ്റ്റ് ആവും എന്ന് ചോദിച്ചാൽ അവൻ്റെ റീസെൻ്റ്ലി എടുത്തിട്ടുള്ളൊരു ഷോർട്ട് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ CS ഈസ് ഹിയർ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ CX എന്ന് പറഞ്ഞാൽ BNPൻ്റെ ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ഫൗണ്ടറാണ്. ആ ഫൗണ്ടർ ബിനാൻസ് ആയിട്ട് ഒരുപാട് കണക്ഷനുള്ള ആളാണ്. അപ്പോൾ എന്തായാലും അവിടെ ബിനാൻസ് ആയിട്ട് ലിസ്റ്റ് ആവാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ വളരെയധികം ഭയങ്കര ക്യൂരിയോസിറ്റിയും ഇല്ലെങ്കിൽ സീക്രട്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ലിസ്റ്റിംഗ് ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കുഴപ്പമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മാർച്ച് മാസത്തിൽ ഏതെങ്കിലും ഒരു ട്യൂസ്ഡേ ആയിരിക്കും അവർ എന്താകാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൊരു ഹിൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ടോക്കൺസ് നിങ്ങൾക്ക് ഉണ്ട്, ഈ ഒരു വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ അത് കമൻറ്റ് ചെയ്യുക. മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഉള്ള കാരണമാണ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. ഇന്ന് ഫ്രീ ആണ്, അപ്പോൾ കമൻറ്റ് ചെയ്താൽ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതിപ്പോൾ തെറിയായാലും അവർക്കും തെറിയോടെ റിപ്ലൈ ആയാലും തരും, ഇല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിലും എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ടൈം ഫാമിൻ്റെ കുറച്ച് ഇൻഫർമേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ടൈം ഫാം കളിക്കണം. ഞാൻ ഒരിക്കലും ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നെഗറ്റീവായിട്ട് നിങ്ങളോട് എടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും പറയില്ല. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ബിലീവ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ടൈം ഫാം എന്ന് പറയുന്നത്. എന്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ടൈം ഫാം ഞാൻ ബിലീവ് ചെയ്യുന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ആരിൻ്റെ ഒരു കമ്പനി, ഏതൊരു കമ്പനിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ടൈം ഫാമിൻ്റെ ഒരു പ്രൊജക്റ്റ് Web3യിലേക്ക് ഇങ്ങനെ ഒരു ടെലിഗ്രാം വഴി കൊണ്ടുവരുന്നത്. ആകെ അവൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോൺ ബ്ലോക്ക് ചെയിനിലാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. വേറെ ഒരു കാര്യവും ഞാനിപ്പോൾ അവിടെ നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഇവർ എക്സ്ട്രാ മുമ്പ് തന്നെ ഇത് ലിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ P2P കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. മേജറായിട്ട് കഴിഞ്ഞ വീഡിയോയിലുള്ള ഡൗട്ട് എന്താണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതിന് ടോട്ടലായിട്ട് ഈ ഒരു ടോട്ടൽ സപ്ലൈ തന്നെ നമുക്ക് കിട്ടുമോ, മേ ബി തരാതിരിക്കാം. അത് അവൻ്റെ കമ്മ്യൂണിറ്റി കൺഫേം ചെയ്താൽ മാത്രമാണ് നമുക്ക് പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്, ഞാനൊരു അസംഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ് വെക്കേണ്ട, ഇല്ലെങ്കിൽ ഹോപ്പ് കിട്ടിയോന്ന് എനിക്ക് പേടിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാം. 2-3 വേർഡുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കുറ്റങ്ങൾ കാണും. അപ്പോൾ ടോട്ടലായിട്ട് ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറ്റങ്ങളും ആ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അവൻ്റെ കൺഫർമേഷൻ കിട്ടിയാൽ ഇതിനൊരു ടോട്ടൽ സപ്ലൈ ഉണ്ട്, ഇല്ലെങ്കിൽ എത്രത്തോളം ടോക്കണാണ് തരാൻ പോകുന്നത്, നിങ്ങൾ ഫാം ചെയ്യുന്നത് പോയിന്റ്സ് ആണോ ഇല്ലെങ്കിൽ ടോട്ടലി ടോക്കൺസ് ആണോ എന്നൊക്കെ കൺഫർമേഷൻ കിട്ടിയിട്ട് എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ക്രോണോടെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ അവരൊരു കമ്പനി അവരൊരു പ്രൊജക്റ്റ് കൊണ്ടുവരാണ് ടൈം ഫാം. Quarterly 3 of 2024 സെക്കൻഡ് ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ Quarterly 4 of 2024 ability to add on task, NFT collection, wallet integration, time on tone, time in time farm, micro task, new currency support, secondary and ecosystem product, external
ജേണൽ സെക്കൻഡ്. അതേപോലെ തന്നെ ഇതിൽ ക്വാർട്ടർലി 1-2000 ആകുമ്പോൾ അവർ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസിസ് കൊണ്ടുവന്നു, എസ്കോബാർ മോഡ്യൂൾ കൊണ്ടുവന്നു, പിന്നെ ജോബ് മോഡ്യൂൾ കൊണ്ടുവന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും മെക്കാനിസവും എയർ ഡ്രോപ്പും ഈ ഒരു ക്വാർട്ടർലി 1 നടക്കുന്ന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാർച്ച് 9 ലിസ്റ്റ് ആവും. അതേപോലെ തന്നെ ഈ ഒരു ക്രോണോടെക് കമ്പനി എടുത്തു എന്നുള്ളൊരു കാര്യം എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർക്കൊരു ടോക്കൺ ഉണ്ട്. ഈ ഒരു ടോക്കൺ ഒരുപാട് സ്ട്രാറ്റജികളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് AI ഇൻടു ലേബർ എക്സ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 21 അവർ വന്നു. ജൂലൈ 23 ന്യൂ റിക്വയർമെൻറ്റ് മോഡിൽ ലൈവ് എക്സ് ലേബർ എക്സ് എന്ന് പറഞ്ഞു. ടൈം എക്സ് OS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാക്കി. ലേബർ എക്സിൻ്റെ അവർ എന്ത് ചെയ്തു, കൂടുതലും ബിൽഡ് ചെയ്തു. ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തു. ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ കൊണ്ടുവന്നു. ആ കോയിൻ ബിറ്റ്ഗെറ്റിലും ബൈബിറ്റിലും അവർ എന്ത് ചെയ്തു, അങ്ങനെ ഒരു വോട്ടിംഗ് ഇട്ടു. എന്നിട്ട് അവർ ബൈബിറ്റിൽ കൊണ്ട് അത് ലിസ്റ്റ് ചെയ്തു. ടൈം എക്സ് ഇൻറ്റിഗ്രേറ്റഡ് ടു ട്രോൺ നെറ്റ്വർക്കിൽ അവർ എന്ത് ചെയ്തു, അവരുടെ കോയിൻ അവർ പുറത്തു കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഡിസംബർ 22 ലേബർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ 1,00,000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തു. ടൈം എക്സ് പോളിഗൺ ചെയിനിലും ഇൻറ്റഗ്രേറ്റ് ആയി. അതേപോലെ തന്നെ NFT ബൈനാൻസ് NFT ആയിട്ട് അവർ പാർട്ട്ണർഷിപ്പ് ചെയ്തു. ജാനുവരി 22 ലേബർ എക്സ് വീണ്ടും റീഡിസൈൻ ചെയ്തു. ടൈം ലിസ്റ്റഡ് ഓൺ കോയിൻ ബേസിൽ ലിസ്റ്റ് ചെയ്തു. ലേബർ എക്സ് ലോഞ്ച് ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ഹയറിംഗിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഗേറ്റ് IOയിൽ ടൈം ലിസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഷിപ്പ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് അവരെടുത്തു. ടൈം ആൻഡ് ക്യാമ്പയിൻ ടു ടൈം സ്ക്വയറിൽ ഒരു കുറച്ച് ക്യാമ്പയിൻ നടത്തി. പിന്നെയും ടൈം എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ 50,000 യൂസേഴ്സ് രജിസ്റ്റർ കയറി. അതേപോലെ തന്നെ ടൈം എക്സ് ഇൻറ്റഗ്രേറ്റ് വേവ്സ് ടൈം USDT ട്രേഡിംഗ് പെയർ ആയിട്ട് ക്യൂ കോയിനിൽ വന്നു. ടൈം എക്സ് ഇൻറ്റഗ്രേറ്റഡ് റോണിംഗ് ചെയിൻ ആയിട്ട് അവിടെ കൊണ്ടുവന്നു. ടൈം ഓൺ പോളിഗൺ ചെയിൻ ആയിട്ട് അവിടെ കൊണ്ടുവന്നു. ടൈം എക്സ് റീഡിസൈൻ ചെയ്തു. ക്രോണോടെക് പാർട്ട്ണർഷിപ്പ് ചെയ്ത് ക്രിപ്റ്റോ ഗെയിമിംഗ് യുണൈറ്റഡ് ആയിട്ട് മാറി. ടൈം എക്സ് ഇൻറ്റഗ്രേറ്റഡ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ 6-7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്ന് നോക്കുക. നോക്കിയിട്ട് ഇതൊരു പ്രൊജക്റ്റ് വളരെയധികം പൊട്ട പ്രൊജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട, ഒരു കാര്യങ്ങളും ചെയ്യേണ്ട എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റ് ആയിട്ട് ഇത് തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കയറുക. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈം എക്സ് ഇല്ലെങ്കിൽ ഒരു ടൈം ഫാമിൻ്റെ ഇത്രത്തോളം ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അവിടെ കിടക്കുന്നുണ്ട്. പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ലൂട്ട്സും അങ്ങനെയുള്ള എല്ലാം കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റീസെൻ്റ്ലി ലൂട്ട്സിൽ ചില ലൂട്ട്സൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. ഏഞ്ചൽ വണ്ണ് വരെ ഇപ്പോൾ എന്താവുന്നില്ല, വർക്കാവുന്നില്ല. അപ്പോൾ വർക്കാവുന്ന ലൂട്ട്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് 110 രൂപയും 100 രൂപയും അങ്ങനെയുള്ള രീതിയിൽ തന്നെ കിട്ടുന്ന ചെറിയ ലൂട്ട്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ലൂട്ട്സിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കയറും. ഒരിക്കലും മേ ബി ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറില്ല. വിത്തിൻ 24 മണിക്കൂറിൽ അവർ ഫണ്ട് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പൈസ കയറുക. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇന്നലത്തെ പേയ്മെൻ്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലൂട്ട് ചോയ്സ് റെഫറൽ എന്ന് പറഞ്ഞിട്ട് 100 രൂപ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചോയ്സ് റെഫറൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 100 രൂപ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള HSBയുടെ റെഫറൽ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കയറുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറുക. നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പൗസ് ഒരു ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നത് ഈ റൂമേഴ്സ് ഒക്കെ വെച്ചിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ 0.0015 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇല്ലെങ്കിൽ 0.002 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂവിലായിരിക്കും. ഈ ഒരു വാല്യൂ ഒരിക്കലും ഞാൻ ഇത് വളരെയധികം നല്ല വാല്യൂ അല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞ വാല്യൂ എന്നൊന്നും പറയുന്നില്ല. കറക്റ്റ് ഒരു ലിമിറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ ഒരു വാല്യൂയിലൊക്കെ ആയിരിക്കും ഇത് ഈ പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ടൈം ഫാം ക്രോണോടെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഫ്യൂച്ചറിലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഒരുപാട് പ്രോത്സാഹനം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.